ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞാൽ തമ്പനിയിൽ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ ഫ്ലൈറ്റൊക്കെ പോയിട്ട് ഏകദേശം 6 മാസമായിട്ടുണ്ട്. അപ്പോൾ 6 മാസമായിട്ട് തിരിച്ചു കിട്ടുക പറയുമ്പോൾ അത്ര വലിയ നിസ്സാരമായിട്ട് കാര്യമല്ല ഫ്രണ്ട്സ്. കാരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വല്ല കോഴി എന്തെങ്കിലുമൊക്കെ ഉണ്ട് പറഞ്ഞാൽ പോയിട്ട് 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ സാധനം എന്തെങ്കിലും പിടിച്ചുകൊണ്ട്, അപ്പോൾ നായോ കീരിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടുക പറയുമ്പോൾ അത്ര ഇതായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾ പോയി എന്ന് ഉറപ്പ് സാധനമാണ്. അതാണ് ഫ്രണ്ട്സ് ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. പിന്നെന്താ പറയുക, അതിൻ്റെ നേരത്തെ അടുത്ത് കുറച്ച് ക്ലിപ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഈ ഒരു വീഡിയോ ക്ലിപ്പ് നമ്മൾ ഏകദേശം 6 മാസം മുമ്പ് എടുത്താണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇതിലിപ്പോൾ നിങ്ങൾക്ക് 3 ഫ്ലൈറ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം ഒരെണ്ണം ഓട്ടം പുറത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പിന്നെ 2 ഇതും. അപ്പോൾ ഇതിൽ 3 ഫീമെയിലാണ്. ഫീമെയിലിൻ്റെ അടുത്ത് പറയാൻ കാരണം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഫീമെയിൽ ഫ്ലൈറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പറക്കുന്നതാണ്. മെയിൽ പറയുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് പറക്കില്ല. അപ്പോൾ നിങ്ങൾക്കതിൽ നോക്കി അറിയാൻ പറ്റും, നമ്മുടെ ഫ്ലൈറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പാടത്തോട്ട് വലിഞ്ഞ് പറക്കുന്നുണ്ട്. അപ്പോൾ പാടത്ത് നിന്ന് എടുത്ത ക്ലിപ്സാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് എടുക്കുന്നത്? നമ്മുടെ ഏകദേശം ഈ ഫ്ലൈറ്റൊക്കെ 6 മാസം മുമ്പ് മിസ്സായതാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്ലൈറ്റൊക്കെ ഇപ്പോൾ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് കിട്ടിയതിന് കുറച്ച് വിഷ്വലൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കും ഫ്രണ്ട്സ്. നിങ്ങൾ പോണ്ട, നിങ്ങൾ വരണ്ട, നിങ്ങൾ വന്നാലേ പറക്കും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇപ്പോൾ ദൂരെ ഒരു വൈറ്റ് കളറായിട്ട് ചെറുതായിട്ട് കാണാൻ കഴിയും. കാരണം അത് നമ്മുടെ വീടാണ്. അപ്പോൾ ഈ ഫ്ലൈറ്റൊക്കെ ഇത്രയും ദിവസം വേറൊരു വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്, അവരാണ് നമുക്ക് തന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ വീടെത്തിയപ്പോഴേക്ക് ഇതിന് ചിറയെല്ലാം കട്ട് ചെയ്തു. കാരണം പറഞ്ഞാൽ അത് അന്നൊരു ദിവസം രാത്രിയായിരുന്നു പേടിച്ചിട്ട് പറന്നു പോയതാണ്. അപ്പോൾ ഓട്ടും പുറത്തു നിന്നിട്ടാണ് പറന്നു പോയത്. അപ്പോൾ നമ്മൾ വീടെത്തിയപ്പോഴേക്ക് ആദ്യം ചെയ്തത് പറഞ്ഞത് ചിറക് കട്ട് ചെയ്ത് എല്ലാം വിട്ടാക്കിയതാണ്. പക്ഷെ ഇതിന് നല്ല ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു വീടൊക്കെ. കുറേ 6 മാസം പറയുമ്പോൾ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ട്. എന്നിട്ടും വീടൊന്നും മാറുന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് വിട്ടാക്കിയ വഴിക്ക് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, നമ്മുടെ പഴയ ഒരു വീടിൻ്റെ ഒരു എന്താ പറയുക ഏരിയയൊക്കെ നല്ല ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ വിട്ടാക്കിയ വഴിക്ക് 2 പേര് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു, പരസ്പരം മുഖത്തോടെ നോക്കി നിൽക്കുന്ന പോലെ. അപ്പോൾ നമ്മൾ ആദ്യമൊന്നും ചെയ്തില്ല, കുറേ നേരം അവിടെ ഫ്രീ ആയി വിട്ടാക്കി. കാരണം വന്നെത്തിയിലുള്ളവർക്ക്. പിന്നെ ഒരു 6 മാസം അവൻ്റെ വീട്ടിലായിരുന്നു ഫ്രണ്ട്സ് ഇത് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 5 കിലോമീറ്റർ ലോങ് എന്നായിരുന്നു ഫ്രണ്ട്സ് ഇത് അവർക്ക് കിട്ടിയത്. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ ലോങ് ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ലോങ് പോയിട്ടായിരുന്നു. ഇത് എത്ര ഒരു 6 മാസം പറഞ്ഞില്ല, അതിൻ്റെ ഗ്യാപ്പ് കൊണ്ട് എവിടേക്കും എത്തി. അത് എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്, സാധാരണ പോയി വേണം കിട്ടില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ അതിപ്പോൾ ഫുഡ് കൊടുക്കുന്നത് ഏതാണ് പറഞ്ഞാൽ വേറൊന്നുമില്ല, BSR ലാർവയും പൊടിയരിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് കൊടുക്കുന്നത്. BSR ലാർവ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു ഈച്ചിൻ്റെ ഒരു കുട്ടികളാണ്. അത് വന്നിട്ട് പുഴുക്കൾ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ അരിയിലൊക്കെ പഴയ അരിയോ അല്ലെങ്കിൽ പഴയ വേസ്റ്റ് ഫുഡുകളിലൊക്കെ വന്നിട്ട് ഈ കളഞ്ഞതിലൊക്കെ വന്ന് കുറേ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പൊടിയരി, അതായത് കോഴിക്ക് കൊടുക്കാൻ വെച്ചാൽ പൊടിയരി ആയിരുന്നു. അത് ഇത്തിരി കോഴിയൊക്കെ മിസ്സായപ്പോൾ അത് അങ്ങനെ വെച്ചപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് BSR ലാർവ പ്രൊഡ്യൂസ് ചെയ്ത്. ഇങ്ങനത്തെയൊക്കെ ഫുഡ് കോഴികളൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതേപോലത്തെ ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ കോഴികൾ നല്ല രീതിയിൽ കഴിയുന്നുണ്ടായിരുന്നു. ഇതാണ് BSR ലാർവ. ഇത് ചിലർക്ക് കാണുമ്പോൾ തന്നെ എന്തോപോലെ അറപ്പ് തോന്നിയിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ പുഴു പോലെ തോന്നിയിട്ട്. സംഭവം പറഞ്ഞത് നമ്മുടെ തേനീച്ച പോലെ സാധനത്തിൻ്റെ കുട്ടികളാണ്. പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടവരും സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്.